മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫ്രം എഡിൻബറോ. അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ രാവിലത്തോടുകൂടി ഞാൻ എഡിൻബറോ വിടുകയാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലം, ഡേ 2 നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം ഐൽ ഓഫ് സ്കൈ ആയിരിക്കും. വില്യം ഫോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകാൻ പോണത്. അപ്പോൾ ഞാനിപ്പോൾ ഹോട്ടലിൽ നിന്ന് റെഡിയൊക്കെ ആയി, ഏറെക്കുറെ റെഡിയൊക്കെ ആയി. ഒരു 8:30 ആകുമ്പോൾ റൂം ചെക്ക് ഔട്ട് ചെയ്യണം. എന്നിട്ട് ലഗേജൊക്കെ ആയിട്ട് പോകണം. ലഗേജൊക്കെ ആയിട്ട് ബസ് സ്റ്റേഷനിൽ പോകണം. അവിടെ ഒരു പ്രൈവറ്റ് ടൂർ ഏജൻസി ആയിട്ട് ഞാൻ ഒരു ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്ര കുറച്ച് അൺനോൺ ഗ്രൂപ്പ്സിൻ്റെ കൂടെ ആയിരിക്കും. നമ്മൾ ഹോട്ടൽ വിട്ടിട്ട് സെൻറ്റ് ആൻഡ്രൂസ് സ്ക്വയറിൻ്റെ അവിടേക്ക് പോവാണ്. അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യണം. ഒന്ന് അപ്പുറത്ത് കാണാം. ഇതാണ് സെൻറ്റ് ആൻഡ്രൂസ് സ്ക്വയർ. ഞാൻ ഇന്നലെ പറഞ്ഞ് തെറ്റിപ്പോയതാണ്. ഇതാണ് സെൻറ്റ് ആൻഡ്രൂസ് സ്ക്വയർ. ഇതൊരു ഗാർഡനാണ് ഇവിടെ ആകെ. ഇറ്റ്സ് നൈസ്. സ്റ്റേഷനിലെത്തി കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബസ്സിലേക്ക് കയറി. എന്താണ് ഇവിടെ കാണാൻ പോകുന്നതിനെ പറ്റി എനിക്ക് വലിയ പിടുത്തില്ല. പക്ഷേ നമ്മൾ നേരെ മുമ്പിൽ 2 യൂണിക്കോൺസ് ഉണ്ട്. എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. ഒരു വലിയ യൂണിക്കോണിൻ്റെ പിക്ചർ. യൂണിക്കോൺ എന്ന് പറയാൻ പറ്റില്ല, കാരണം യൂണിക്കോണിന് ഒരു കോണുണ്ടല്ലോ, ഒരു കൊമ്പുണ്ടല്ലോ, അത് കാണാനില്ല. എനിക്കറിയില്ല. ലെറ്റ്സ് ഗോ ആൻഡ് സീ, എക്സ്പ്ലോർ ചെയ്യാം. ആക്ച്വലി നല്ല തണുപ്പുണ്ടെന്ന്. മിക്കവാറും ഞാൻ ഒരു കോട്ടും കൂടെ ഉള്ളതുകൊണ്ട് ആ രീതിയിലാണ് പോകുന്നത്. ഇവിടെ കെപ്ലീസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവമാണ്. അത് മോൺസ്റ്ററാണ്. പണ്ട് ഇവർ വിശ്വസിച്ചിരുന്ന മോൺസ്റ്റർ അങ്ങനെയാണെന്നൊക്കെ പറയണു. എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ വെള്ളത്തിലോട്ട് അവർ വലിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ ഓരോരോ വിശ്വാസങ്ങളായിരിക്കും. എന്തായാലും പോയി നോക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു ചായ കുടിക്കാം, അത്ര. ഞാനിവിടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി ഒരു ഹോട്ട് ചോക്ലേറ്റൊക്കെ എടുത്ത് അങ്ങനെ ടൈം പാസ് ചെയ്തു കുറച്ച് നേരം. എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എഡിൻബറോ പോലെ അല്ല അല്ലേ, കുറച്ചൊക്കെ ഗ്രീനിഷ് ആയിട്ട് കാണാൻ തുടങ്ങി. ഇത് നമ്മൾ കൺട്രി സൈഡ് വെസ്റ്റ് കോസ്റ്റിൻ്റെ അങ്ങോട്ടാണ് നമ്മൾ ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ എല്ലാ ഡെസ്റ്റിനേഷൻസും. നമ്മൾ ആദ്യം ലോച്ചസാണ് കവർ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ കാണുന്നതാണ് ലോച്ച് ലുബ്വിക്. നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനാണിത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായൊരു ലോച്ചാണ്. എനിക്ക് വന്ന യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലോച്ചാണിത്, ലോച്ച് ലുബ്വിക്. അങ്ങനെ ലുബ്വിക്കിൻ്റെ ബ്യൂട്ടി മനസ്സിലോർത്തുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിൽ കയറി ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ തനതായ ശൈലിയിലുള്ള ഫുഡ് മാത്രമേ ഉള്ളൂ. ഈ ഹോട്ടലും ഒരു തനതായ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഹോട്ടലാണ്. ഇവിടെ വീടിൻ്റെ റൂമുകളിലൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഒരു ത്രൂ ഔട്ട് ഹോൾ കോൺസെപ്റ്റാണ്. എൻ്റെ കൂടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടുത്തെ എന്താണ് ഓർഡർ ചെയ്യാൻ ആലോചിച്ച്. എനിക്ക് പൊതുവെ മീറ്റ് പുറത്ത് കഴിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ആലോചിച്ച മെനു നോക്കി സാൽമണിൻ്റെ ഫിഷ് കഴിക്കാൻ എനിക്ക് കുഴപ്പമില്ല.
അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആ ഡെസ്റ്റിനേഷൻ്റെ പേരാണ് ഗ്ലെൻകോ. ഗ്ലെൻകോ എന്ന് പറയുന്ന ഒരു ഹൈലാൻഡ് വില്ലേജാണ്. അത് ഔട്ട്സ്റ്റാൻഡിങ് ബ്യൂട്ടി എന്ന് പറയുന്നത് പോലെ ഫേമസ് ആണ്. അതുമാത്രമല്ല അവിടെ വെച്ചിട്ട് ഒരുപാട് സ്റ്റോറീസ് അതിനെപ്പറ്റി ആസ്പദമാക്കിയിട്ടുണ്ട്. അവിടെ താമസിച്ചിരുന്ന ആളുകളെ പറ്റി ഉള്ള സ്റ്റോറി ഉണ്ട്. ഹ്യൂമൻ ലൈഫിൽ കണ്ട ഏറ്റവും ഹിസ്റ്ററിയിൽ കണ്ട ഏറ്റവും വലിയ ട്രാജഡി നടന്നൊരു സ്ഥലം കൂടാണത്. അപ്പോൾ നമ്മൾ ഏത് സ്ഥലം പോകുമ്പോഴും അതിനോട് കണക്ട് ചെയ്ത ഹിസ്റ്ററി നമുക്കറിയുമെങ്കിൽ നമ്മളത് കാണുമ്പോൾ അതിൻ്റെ ബ്യൂട്ടിക്ക് പുറമെ ഇങ്ങനൊരു കാര്യം കൂടെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വിചാരിച്ചു. ഇനി പലപ്പോഴും ഡെസ്റ്റിനേഷനേക്കാൾ ബ്യൂട്ടിഫുള്ളി പോകുന്ന യാത്രയും വഴികളുമാണ്. അപ്പോൾ ഞാൻ ഈ സ്കോട്ട്ലാൻഡ് ഹൈലാൻഡ്സിലേക്ക് പോകാൻ തുടങ്ങിയത് മുതൽ ഞാൻ കേൾക്കുന്ന ഒരു വേർഡാണ് ജക്കോബൈറ്റ്സ് എന്ന് പറയുന്നത്. ജക്കോബൈറ്റ്സിൻ്റെ വാറും അതിനെപ്പറ്റിയൊക്കെ. ഇപ്പോൾ ജക്കോബൈറ്റ്സ് ആരാ എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. അപ്പോൾ ജക്കോബൈറ്റ്സ് എന്ന് പറയുന്നത് കിങ് ജെയിംസ് എന്ന് പറഞ്ഞ ജെയിംസ് 7 and 2 ഓഫ് ഇംഗ്ലണ്ട്, അയർലൻഡ് ആൻഡ് സ്കോട്ട്ലാൻഡ്, ഈ 2 രാജാക്കന്മാരുടെ സപ്പോർട്ടേഴ്സിനെയാണ് ജക്കോബൈറ്റ്സ് എന്ന് പറയുക. ജെയിംസ് എന്നുള്ളത് ലാറ്റിൻ വേർഡാണ്, ജെയിംസിൻ്റെ ലാറ്റിൻ വേർഡാണ് ജക്കോബൈറ്റ്സ്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ജക്കോബൈറ്റ്സിൻ്റെ വാറിനെ പറ്റിയൊക്കെ ഇവർ റബലിനെ പറ്റിയൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വില്ലേജിൽ നടന്ന ഒരു കൂട്ടക്കുരുതിയുണ്ട്. മെക്ഡൊണാൾഡ്സ് ആൻഡ് ഫാമിലീനെ ഈ ഒരു സ്ഥലത്ത്, അതായത് 70 വയസ്സിൽ താഴെ ഉണ്ടായിരുന്ന ഈ ഹൈലൻഡിൽ താമസിച്ച മെക്ഡൊണാൾഡ് ക്ലെന്നിൻ്റെ കൂടെ താമസിച്ചിരുന്ന എല്ലാ ആളുകളെയും കൊന്നൊടുക്കാൻ ഒരു സുപ്രഭാതത്തിൽ ഗവൺമെൻറ് ഉത്തരവിടുന്നതാണ്. ഈ സ്ഥലത്ത് ഹൈലാൻഡ്സിൽ നമ്മൾ കാർഗിലൊക്കെ പറയുന്ന പോലെ കാർഗിലിൻ്റെ അവിടെ എന്താ സോൾജേഴ്സ് ഉണ്ടാവും, അവിടെ താമസിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഇവിടെ താമസിച്ചിരുന്ന ആളുകളാണ് മെക്ഡൊണാൾഡ്സും ക്ലംബൽ എന്ന് പറഞ്ഞ 2 ഗ്രൂപ്പ് ഓഫ് ആളുകൾ. ഇവർ തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. അതിന് പുറമെ ഈ സോൾജേഴ്സ് അവിടെ സ്ഥിരമായി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജക്കോബൈറ്റ്സിൽ സപ്പോർട്ടേഴ്സാണ് ഇവർ എന്നുള്ളതാണ് ഒരു കേൾവി. അങ്ങനെ ഇവർ ഒരു ദിവസം ഇവർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, അതായത് ഇവർ നല്ല രീതിയിൽ ഈ സോൾജേഴ്സിനെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെക്ഡൊണാൾഡിൻ്റെ ഫാമിലി ഇവർക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ മെക്ഡൊണാൾഡ് ക്ലെൻ എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ ചീഫ്. അയാളുടെ മക്കളുമായിട്ട് ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഉത്തരവ് വരികയാണ്, ഇവരെ എല്ലാവരെയും കൊല്ലണം എന്ന്. അതായത് 70 വയസ്സിൽ താഴെയുള്ള 120ഓളം ഫാമിലി ഇവിടെ താമസിച്ചിരുന്ന എല്ലാവരെയും ഒരു രാത്രി അവർ കൊന്നൊടുക്കി. അതും കൊല്ലുക എന്നല്ല, സ്ലെയിൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. സ്ലെയിൻ എന്ന് പറഞ്ഞാൽ ക്രൂരമായി കൊലപ്പെടുത്തുക. അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തതിൽ കുറച്ച് പേര് രക്ഷപ്പെട്ടു. കാരണം ഈ ഹൈലാൻഡ്സ് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ പിന്നെ നല്ല കണ്ടീഷൻ കാരണം അവരെല്ലാവരും ജീവിച്ചു ഇരുന്നോ പിന്നെ എന്നുള്ളത് അറിയില്ല. കാരണം ഈ സ്നോയിലും ഒക്കെ പെട്ട് അവർ മരിച്ചു കാണും. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താണിത് സംഭവിച്ചത്, എന്താണ് ഈ ട്രാജഡി, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ കൂടെ കളിച്ച് നടന്നിരുന്ന അവർക്ക് പെട്ടെന്ന് അവരെ എങ്ങനെ കൊല്ലാൻ തോന്നി എന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ് ഹൈലാൻഡ്സിലുള്ള ആളുകളോട് നല്ല രീതിയിലല്ല അവരെ പറ്റി വിചാരിച്ചിരുന്നു. അവർ വളരെ അൺസിവിലൈസ്ഡ് ആണെന്നും അവർ പ്രത്യേകിച്ച് ജക്കോബൈറ്റ്സിനോട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആളുകളാണെന്നും ഒക്കെയുള്ള ധാരണകൾ അവർ വെച്ച് പുലർത്തിയതുകൊണ്ടും, പിന്നെ ക്ലാംബെല്ലും പുറമെ പറയുന്നത് ക്ലാംബെൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പും ഇവരും തമ്മിൽ അടി ഉണ്ടായത് അവർ കൊന്നതാണെന്നാണ്. പക്ഷേ ആക്ച്വൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി സോൾജേഴ്സിന് ഉത്തരവിറക്കിയാണ് ഇവരെ കൊന്നുണ്ടായിരുന്നത്. ഒരു സോൾജേഴ്സ് ഞാനീ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അതിഥികൾ നമ്മളെ പിറ്റേ ദിവസം കൊല്ലുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ആ ഒരു അവസ്ഥയായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ രാത്രി ഓർഡർ കിട്ടുന്നു. അതിന് മുമ്പേ ചീഫായിട്ടുള്ള സോൾജറിന് മാത്രമാണ് ഇവർ എന്തിനാണ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് എന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സോൾജേഴ്സിനും ഈ കാര്യം അറിയില്ലായിരുന്നു. കൊല്ലുന്ന ഫെബ്രുവരി 13 രാവിലെ 5 മണിക്ക് മാത്രമാണ് കുറേ പേര് അറിഞ്ഞത്. അതിൻ്റെ കുറച്ച് മുമ്പായിട്ടാണ് കുറേ പേര് അറിഞ്ഞത്. അങ്ങനെ അറിഞ്ഞപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും ചില ആളുകളൊക്കെ ഉണ്ടാവും മനസാക്ഷി കൊണ്ട് ചെയ്യാൻ കഴിയാണ്ട്, കാരണം ഇത്രയും ദിവസം അവരോട് നന്നായി നിന്നിട്ട്. അപ്പോൾ ചിലവർ ക്ലൂ ആയിട്ടൊക്കെ പറഞ്ഞു. എന്താ പറയുക, ഒരു ക്ലൂ ആയിട്ട് അത് നമ്മളോട് പറയുന്നുണ്ട്. ഒരു നായയോട് രാത്രി പറയുകയാണ്, അവിടെ നിൽക്കുന്ന ഒരു ഡോഗിനോട് പറയണം, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതൊരു ക്ലൂ ആയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. ഇനി കഥ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിൽ ഇറങ്ങാൻ പോവാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ടെന്നുള്ളതുകൊണ്ട് നമ്മളവിടെ നിന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്ന് മാത്രമേ ഉള്ളൂ. ആ വീട് കാണാനല്ലേ, അത് ഭയങ്കര രസം കേട്ടോ കാണാൻ. ഇപ്പോൾ ദൂരം നിന്നുള്ള ഷോട്ടായത് കാരണം എനിക്ക് അത്ര ഭംഗിയുണ്ടോ അറിയില്ല. പലരും ആ വീട്ടിൽ കയറിപ്പോയി നോക്കിയിട്ടുണ്ട് എന്നൊക്കെ കേട്ടു. അത് ശരിക്കും ടൂറിസ്റ്റിൻ്റെ എന്തെങ്കിലും കാര്യമാണോ വിചാരിച്ചിട്ട്. അത് പക്ഷേ നോർമലായിട്ടുള്ളൊരു വീടാണ്. ഇതൊരു അരുവിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഇതാണ് നമ്മൾ ഇറങ്ങിയ സ്ഥലം. ഞാനവിടെ നിന്ന് 2 ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കല്ലേ, ബാക്കി കഥ പറ.
അങ്ങനെ നമ്മൾ ബാക്കി എവിടെ പറഞ്ഞു നിർത്തിയേ? അങ്ങനെ അയാൾ രാവിലെ ഇതൊന്നും അറിയാതെ ചീഫ് സ്റ്റേൻ്റെ തലയ്ക്ക് കറക്റ്റായിട്ട് ബുള്ളറ്റ് അടിച്ച് അയാളെ കൊന്നു. അത് കഴിഞ്ഞ് അയാളുടെ ഭാര്യയെ ക്രൂരമായി റേപ്പ് ചെയ്തു. മക്കളെ ഓടിച്ചിട്ടു, പിടിക്കാൻ നോക്കി. പക്ഷേ രണ്ടുപേരും എങ്ങനെയൊക്കെയോ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ വെതർ കാരണം അവർ മരിച്ചോ എന്ന് പിന്നീട് ആർക്കും അറിയില്ല. അങ്ങനെ 38ഓളം പേരെ ആളെ കൊന്നു, 40 പേരെ എങ്ങനെയോ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെ നടന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതിൻ്റെ പിന്നിൽ പല ഊഹാപോഹങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ പിന്നിൽ ഗവൺമെൻറ്റിൻ്റെ കൈയുണ്ട്. നമ്മൾ പോണ സ്ഥലം ഫോർട്ട് വില്യം. ഈ വില്യം എന്ന് പറഞ്ഞ രാജാവാണ് ഇതിന് പിന്നിൽ. സ്റ്റോറി ഇപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇതാണ് ഞാനിന്ന് താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. നല്ല രസമില്ലേ കാണാൻ? ഇതാണ് എൻ്റെ ഫോർട്ട് വില്യംസിലെ സ്റ്റേ. ഞാൻ ഇതൊക്കെ ഇവിടെ എടുത്ത് വെച്ച് കുറച്ച് പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചത് കാരണം കുറച്ച് വൃത്തികേടായോ അറിയില്ല. പക്ഷേ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഹോട്ടലിൽ ബുക്ക് റൂം കിട്ടി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇവിടെ ഒന്ന് ഫോർട്ട് വില്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ച് നടക്കുവാണ്. ഫോർട്ട് വില്യം കാണാൻ നല്ല രസമാണ്. സൈഡിലിങ്ങനെ ഒരു ലേക്കൊക്കെ ആയിട്ട്. എന്തായാലും കുറേ സമയമുണ്ട്. 5:30 ഇവിടെ എത്തി. അപ്പോൾ 6 മണിയായി. കുറേ 7 മണിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിക്കണം എന്നാണ് അവർ പറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടെ അടുത്ത് റെസ്റ്റോറൻറ്റ്സൊക്കെ 7:30 ക്ലോസ് ആവും എന്നാണ് പറഞ്ഞത്. വഴിക്ക് കണ്ട NHSന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു പാർക്കാണത്. പിന്നെ അവിടുത്തെ ഒരു പള്ളിയാണത്. ചെറിയ വാക്കൊക്കെ ചെയ്ത് ഞാൻ എന്താണെന്ന് വെച്ചാൽ നാളത്തേക്കൊരു സാൻഡ്വിച്ച് വാങ്ങിച്ചു. കാരണം ഇന്നെനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു. പക്ഷേ ഒന്നാമത് നമുക്ക് പറ്റിയ ഫുഡായിരിക്കില്ല. പക്ഷേ ഞാൻ ഇവിടുത്തെ ഒന്ന് എക്സ്പ്ലോർ വിചാരിച്ചിട്ട് കഴിക്കാൻ പോയി. ഞങ്ങൾക്ക് ആകെ അവർ 2 മണിക്ക് ബസ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മണിക്ക് അയാൾ വിട്ടു. പക്ഷേ റെസ്റ്റോറൻറ്റിൽ കുറേ നേരം വെയിറ്റിംഗ് ടൈമായി. അപ്പം 1:45 വരെ റെസ്റ്റോറൻറ്റിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. എന്നാൽ കഴിച്ച ഫുഡ് നന്നായോ ചോദിച്ചാൽ നന്നായുമില്ല. കാരണം ഞാൻ സാൽമണിൻ്റെ ഒരു സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്, ആപ്പിൾ ജ്യൂസും. അത് ഭയങ്കര ഹൊറിബിളായിരുന്നു. ശരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ നല്ല ഭംഗിയുണ്ട്. ഞാനത് നോക്കി ശരിക്കും നമുക്ക് ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റും നോക്കാം. അപ്പോൾ ഞാനെന്താ വെച്ചാൽ അങ്ങനെ 1:45 എനിക്ക് ഫോട്ടോ എടുക്കുമ്പോൾ പ്രോപ്പറായി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ പൈസയും കളഞ്ഞു. പക്ഷേ എന്നാ ഒരു ഇതുണ്ടായോ? അതുണ്ടായില്ല. അങ്ങനെ ഇതിവിടെ നിന്നുള്ള വ്യൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you.